പോലീസിനെതിരെ മലയാള മനോരമയും കേരള പോലീസിന്റെ അതിക്രമത്തിനെതിരെ എഡിറ്റോറിയൽ എഴുതി മലയാള മനോരമ. പോലീസ് സ്റ്റേഷനും ജീപ്പും ഇടിക്കൂടല്ലെന്ന് UDF സർക്കാരിന്റെ പോലീസിനോട് മലയാള മനോരമ. ഇതാവരുത് പോലീസ് എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ ലേഖനം വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ശരണ്യ ചേരുകയാണ്. ശരണ്യ, കേവലം 2 മാസം കൊണ്ട് പോലീസിനെതിരെ ലേഖനം എഴുതേണ്ട അവസ്ഥയിലേക്ക് മലയാള മനോരമയും എത്തുകയാണോ? അങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് കേരള പോലീസ് മാറിയിരിക്കുകയാണോ? മനു, അങ്ങനെ തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ 2 മാസത്തിനിടെ നമ്മുടെ കേരളത്തിൽ നടന്ന പോലീസുകാരുടെ അതിക്രൂരമായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം നടന്ന കുണ്ടറയിൽ നടന്ന സിയാദിന്റെ മരണം ഉൾപ്പെടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പോലീസുകാർക്ക് നേരെ ഒരു എഡിറ്റോറിയൽ എഴുതാൻ മനോരമ പോലും തയ്യാറായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാൻ. പോലീസുകാർ ഇതാവരുത് പോലീസ് എന്ന തലക്കെട്ടോടുകൂടി തന്നെയാണ് ഇങ്ങനെയൊരു മനോരമ ഇങ്ങനെയൊരു എഡിറ്റോറിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനും ജീപ്പും ഒന്നും ഇടിക്കൂടല്ലെന്ന് ഓർമ്മിപ്പിച്ചേ തീരൂ. അത് കൃത്യമായി ജനങ്ങളോടും പോലീസിനോടും സർക്കാരിനോടും കൂടി ഒരു ഇത് നൽകുകയാണ് മനോരമ എന്ന് പറയുന്നത്. ചെയ്യുന്ന ജോലിയുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടി നാണക്കേടാവുന്ന രീതിയിലേക്ക് ഈ ചില പോലീസുകാരുടെ പ്രവൃത്തിയെങ്കിലും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ എഡിറ്റോറിയൽ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് പോലീസുകാരുടെ അതിക്രൂരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കുണ്ടറയിലുണ്ടായ സിയാദിന്റെ മരണം, അതുപോലെ തന്നെ ഈ മാസം തന്നെ ആദ്യം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 20കാരൻ്റെ ഒരു പത്തനംതിട്ട കൂടൽ പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ ഒരു 20കാരൻ്റെ മരണം ഉൾപ്പെടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ എഡിറ്റോറിയലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാലത്തിന് നിരക്കാത്ത പ്രാകൃതത്വം പുലർത്തുന്ന ഈ പോലീസുകാർ ഇപ്പോഴും ഈ പോലീസ് യൂണിഫോം ഇട്ട് ജീവിക്കുന്നുണ്ട്. അവർ ഇത്തരം ഇത് ഉപേക്ഷിക്കണം എന്ന തരത്തിലൊക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ഈ മനോരമയുടെ ഈ എഡിറ്റോറിയൽ പേജിൽ ഉണ്ടാകുന്നത്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 മാസത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയതെന്നും തന്നെയാണ്. മാസം കൊണ്ട് പോലീസിനെതിരെ ലേഖനം എഴുതേണ്ട അവസ്ഥയിലേക്ക് മലയാള മനോരമ പോലും എത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരള പോലീസ് ഏത് വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. തീർച്ചയായും മനു, അത് തന്നെയാണ് സൂചിപ്പിച്ചത്. കഴിഞ്ഞ 2 മാസത്തെ കാര്യം മാത്രമാണ്. അതായത് UDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് പോലീസുകാരുടെ ഒരു അതിക്രൂരമായ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് മാത്രമാണ് ഈ ഒരു ലേഖനത്തിൽ പറയുന്നത്. അതിനു മുന്നേ എങ്ങനെയായിരുന്നു മാതൃകാപരമായ മാതൃകാ പോലീസ് സ്റ്റേഷനും ഒക്കെ ഉണ്ടാക്കിയ ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്താണ് മാതൃകാ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുന്നത്. അവിടെ ഏത് സമയത്തും എന്ത് പ്രശ്നത്തിനും ജനങ്ങൾക്ക് വിശ്വാസത്തോടെ സമാധാനത്തോടെ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ 2 മാസം കൊണ്ട് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള പോലീസ് കടന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. മനു, ശരി ശരി. ശരണിയാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്.